ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ISL തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ എങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ 15 ദിവസത്തിൻ്റെ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ISL പുനരാരംഭിക്കുകയാണ്. അപ്പോൾ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സീസണിലെ 19ാമത് മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. നാളെ ജംഷഡ്പൂർ FC-ക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. രാത്രി 7:00-ക്കാണ് മത്സരം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കറിയാം, നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോമൊന്നും അത്ര നല്ലതല്ല. ആ ഒരു ഗ്യാപ്പിന് ശേഷം സൂപ്പർ കപ്പ് കഴിഞ്ഞു. അതിനുശേഷം ISL 6 മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിച്ചതിൽ നിന്ന് 5 തോൽവിയാണ്. ആകെ ഒരു മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തിരിച്ച് ആ പഴയ ഫോമിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ആ പ്ലേ ഓഫ് സ്ഥാനവും ഉറപ്പിക്കാണ്ട് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. ഏകദേശമൊക്കെ ഒരു ഇതാണ്. എന്നാലും ഒരു മത്സരം കൂടി വിജയിച്ചാലും നമുക്ക് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ജംഷഡ്പൂർ FC-ക്കെതിരായുള്ള ഈ മത്സരം വളരെ നിർണായകമായ ഒരു മത്സരം തന്നെയാണ്. എവേ മത്സരമാണ്. അപ്പോൾ ജംഷഡ്പൂർ FC-ക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരത്തിൽ അത് കൊച്ചിയിൽ വെച്ച് 1-0 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയായിരുന്നു. അന്ന് അഡ്രിയാൻ ലൂനയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. അപ്പോൾ നാളത്തെ മത്സരത്തിൽ എങ്ങനെയാലും ഗോൾ സ്കോർ ചെയ്യാൻ അഡ്രിയാൻ ലൂന ഉണ്ടാവില്ല. അപ്പോൾ നാളത്തെ മത്സരത്തിൽ ഇനി ആര് സ്കോർ ചെയ്യുമെന്നതൊക്കെ കണ്ടറിയണം. അതുപോലെ തന്നെ അഡ്രിയാൻ ലൂനൊക്കെ ഇപ്പോൾ ടീമിനോടൊപ്പം കൂടി ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ മുമ്പ് ആ ടീമൊക്കെ പഴയ ഒരു എനർജിയിലേക്ക് എത്തിയാൽ ലൂണയൊക്കെ തിരിച്ചു വന്നാൽ ഗംഭീരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാക്ക് ടു നമുക്ക് നാളത്തെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇനി ജംഷഡ്പൂർ FC-യുടെ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ അവർ നിലവിൽ നല്ലൊരു ഫോമിലാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഏറെ നിർണായകമായ ഒരു മത്സരമാണ്. അവർക്ക് ആ പ്ലേ ഓഫ് സ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഈ പോയിന്റ് ടേബിളിൽ ഹൈദരാബാദ് FC ഒഴികെ ബാക്കി 6 ടീമുകളും 6ാം സ്ഥാനത്തേക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീമുകളും ഒരു പോയിന്റ്, അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പിലാണ് 20-21 പോയിൻ്റ് അങ്ങനത്തെ ഒരു ഇതിലാണ് ബാക്കിയുള്ള ടീമുകളൊക്കെ ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരുള്ളത്. പിന്നെ അവരുടെ തട്ടകത്തിൽ കൂടിയാണ്. അപ്പോൾ അവരുടെ ലാസ്റ്റ് 2 മത്സരം പരാജയമാണെങ്കിലും അവർ നല്ലൊരു ഫോമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഖാലിദ് ജമീൽ നല്ല രീതിയിലാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മുംബൈക്കെതിരെയൊക്കെ ഒരു 3-2 വിജയം, അതുപോലെ തന്നെ പഞ്ചാബിനെ 4-0 തോൽപ്പിച്ചു. പിന്നെ ഈസ്റ്റ് ബംഗാളിന് 2-1 അങ്ങനെ ഒരു നല്ലൊരു ഫോമിലായിരുന്നു. പിന്നെ മോഹൻ ബഗാൻ നെറ്റാണ് ഈ അവസാനം 3-0 തോറ്റ്. പിന്നെ മുംബൈ നെറ്റ് വീണ്ടുള്ള ആ കളിയിൽ 1-1 സമനിലായിട്ടുണ്ടായിരുന്നു അവരുടെ ലാസ്റ്റ് മാച്ചിൽ. ബട്ട് കളിയിലൊരു ഇൻസിഡൻറ്റിനെ തുടർന്ന് അവർക്ക് ആ മത്സരശേഷം പരാജയം കൊടുത്തിട്ട് മുംബൈ പരാജയം കൊടുത്തതിന് ശേഷം അങ്ങനെ അവർക്ക് 3 പോയിൻറ്റ് നഷ്ടമാണ് ചെയ്തിട്ടുള്ളത്. മുംബൈക്ക് 3 പോയിൻറ്റ് ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഖാലിദ് ജമീലിൻ്റെ കീഴിൽ നല്ലൊരു പെർഫോമൻസാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, സൂപ്പർ കപ്പിൽ നമുക്ക് ആ ഗ്യാപ്പിൽ ഫസ്റ്റ് നമ്മൾ ആ തോൽവി വന്നത് ജംഷഡ്പൂർ FC-ക്കെതിരെയാണ്. ഖാലിദ് ജമീലിനെതിരെ ആയിരുന്നു 3-2 ലോസ്. അതിന് ശേഷമാണ് നമുക്ക് ഈ കഷ്ടകാലം തുടങ്ങിയതെന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങനെയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. മത്സരം എന്താവും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. പിന്നെ മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജംഷഡ്പൂർ FC-യുടെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയറായ ഡാനിയൽ ചിമാചുക്കുവിന് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരെ ഉണ്ടായിരുന്ന മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടി പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിമാചുക്കു ബ്ലാസ്റ്റേഴ്സിനെതിരെ നാളത്തെ മത്സരത്തിൽ കളിക്കില്ല. അത് വളരെ വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. താരത്തിൻ്റെ തലവേദന ഒഴിഞ്ഞിട്ടും അവിടെ മുന്നേറ്റത്തിൽ ചിമ ഉണ്ടെങ്കിൽ ഡിഫൻസിന് കുറച്ച് പാടനായിരിക്കും താരത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. അപ്പോൾ താരമില്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ 11 ആയി പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിലാണ്. അപ്പോൾ അതിൽ ഗോൾ കീപ്പറായിട്ട് കരൺജിത്ത് സിംഗ് തന്നെ ആയിരിക്കും. ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ മത്സരത്തിലെ ഡിഫൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഹോർമിപ്പാകും അതുപോലെ തന്നെ ലെസ്കോവിക്കും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മിലോസ് ഓക്കെയാണ്, പക്ഷേ അതല്ല ലെസ്കോവിക്കിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പക്ഷേ ലെസ്കോ ഹോർമിയ പഴയ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാനും ഇല്ല, അല്ലെങ്കിൽ മിലോസ് ഹോർമി വരാനാണ് ചാൻസ്. പ്രീതം പുറത്തിരിക്കാനാണ് സാധ്യതകൾ കൂടുതൽ കഴിഞ്ഞ മത്സരത്തിൽ അതൊക്കെ വെച്ചിട്ട്. പിന്നെ റൈറ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ നോച്ച സിംഗ് നമ്മുടെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഡിഫൻസ് വരിക. പിന്നെ മിഡ്ഫീൽഡിൽ ജിക്സൺ സിംഗും വിപിൻ മോഹനനും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ 2 പേരും ഇൻ്റർനാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അറ്റാക്കിങ്ങിൽ രാഹുൽ KP അതുപോലെ തന്നെ ഫെഡോർ, ദിമി, ദൈസുഗി സക്കായി തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ രാഹുലിന് പകരം ഒരുപക്ഷെ അയ്മനും വന്നേക്കാം. രാഹുൽ തന്നെ വരാനാണ് സാധ്യതകൾ കാണുന്നത്. രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് ഫോമിലേക്കൊക്കെ വന്നതെന്ന് വരെ ഒരു അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്താണ്. അതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് 11 തന്നെ അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എങ്ങനെയാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.